Hi friends, കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഫോണാണ് വിവോയുടെ Vivo V20 Pro. അപ്പോൾ ഈ ഫോൺ Vivo V20യുടെ ഒരു പ്രോ വെർഷൻ ആയിട്ടാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫോണിൽ എന്തൊക്കെ നല്ല സ്പെസിഫിക്കേഷനുകളും മറ്റെന്തൊക്കെ വിശേഷങ്ങളുമാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വീഡിയോയിലൂടെ കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നേരെ വീഡിയോയിലോട്ട്. ആദ്യം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ 6.44 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. HDR10ൻ്റെ സപ്പോർട്ടും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 409 പിക്സൽ പെർ ഇഞ്ചിൻ്റെ ഡെൻസിറ്റിയാണ് ബോഡിക്ക് കൊടുത്തിട്ടുള്ളത്. 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. 7.4 mm തിക്നെസ്സോട് കൂടി 170 ഗ്രാമാണ് ഈ ഫോണിൻ്റെ ഒരു ടോട്ടൽ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു പവർഫുൾ ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു AMOLED പാനൽ ആയതുകൊണ്ട് നല്ല വീഡിയോസൊക്കെ കാണാൻ നല്ലൊരു എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നാൽ സ്നാപ്ഡ്രാഗൺ 765G എന്നൊരു ഒക്ടാ കോർ പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. Adreno 620 ആണ് ഇതിൻ്റെ GPU വരുന്നത്. ആൻഡ്രോയിഡ് 10 അധിഷ്ഠിതമായി വിവോയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയ FunTouch OS 11ലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ സൈഡിൽ നോക്കിയാലും വളരെ നല്ലൊരു പവർഫുൾ ഹെവി പ്രോസസ്സർ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 5G ചിപ്സെറ്റും കൂടിയാണ്. അപ്പോൾ പ്രോസസ്സറിൻ്റെ ഭാഗത്തും യാതൊരു ഇഷ്യൂസും ഇല്ലാതെ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ക്യാമറയുടെ ഭാഗത്തേക്ക് വന്നാൽ 64 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ റിയർ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 64 മെഗാ പിക്സൽ f1.9ൽ വരുന്ന ഒരു വൈഡ് ആംഗിളും 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമായിട്ടാണ് ഇതിൽ 3 ക്യാമറകൾ കൊടുത്തിട്ടുള്ളത്. ഡുവൽ LED ഫ്ലാഷും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറ വരുന്നത് 44 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ ഒരു സെക്കൻഡറി ക്യാമറയുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറയിലേക്ക് വന്നാൽ 44 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും അതിൽ നമുക്ക് ഓട്ടോ ഐ ഫോക്കസ് എന്നൊരു ഫീച്ചറും കൂടി ഇതിൽ വരുന്നുണ്ട്. കൂടാതെ 8 മെഗാ പിക്സലിൻ്റെ ഒരു സെക്കൻഡറി ക്യാമറയും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൽഫി ക്യാമറ വളരെ നല്ലൊരു ക്യാമറ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഈ ഫോണിൻ്റെ ബാറ്ററിയിലെ ഭാഗത്ത് വന്നാൽ 4000 mAh ഒരു ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറുമായിട്ട് USB Type-C പോർട്ടാണ് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ബാറ്ററിയുടെ ഭാഗത്ത് ചിലവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, 4000 mAh ബാറ്ററിയെ കൊടുത്തിട്ടുള്ളൂ. എന്നാലും വിവോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് സിം കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് നമുക്ക് 8GB റാമും 128GB റോമും എന്നീ ഒറ്റ വേരിയൻ്റാണ് ഈ ഫോൺ വരുന്നത്. അതിൽ നമുക്ക് സൺസെറ്റ്, മെലഡി, മിഡ് നൈറ്റ്, ജാസ്, മൂൺലൈറ്റ്, സൊക്കാട്ട എന്നൊരു 3 വേരിയൻ്റാണ് കളർ വേരിയൻറ്റിൽ വരുന്നത്. ഇതിൻ്റെ ഇന്ത്യയിലെ പ്രൈസ് ഇപ്പോൾ 30,000 രൂപയാണ്. എന്നിരുന്നാലും നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാകും, 30,000 രൂപയ്ക്ക് ഇതിലെന്താണ് ഉള്ളതെന്ന്. എന്നാൽ നല്ലൊരു ഫോൺ തന്നെയാണിത്. ഒരു പ്രീമിയം ലുക്കിലും ഒരു സ്പെക് ലുക്കിലുമാണ് ഈ ഫോൺ വന്നിട്ടുള്ളത്. എന്തെന്നാലും ബാറ്ററി 4000 mAh ആയതുകൊണ്ട് ചിലവർ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. എങ്കിലും നല്ലൊരു പവർഫുൾ പ്രോസസ്സറും ഡിസ്പ്ലേയും തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫോണിൻ്റെ പ്രധാന സവിശേഷതകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ബൈ.